ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പാലക്കാടും സ്ട്രോങ് റൂം തുറക്കുന്നു. പേരാമ്പ്രയ്ക്ക് പുറമെ വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂമാണ് തുറക്കുക. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചുവെന്നാണ് വിശദീകരണം. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമാണ് തുറക്കുന്നത്. സ്ഥാനാർത്ഥികളെ ഫോൺ വിളിച്ചാണ് സ്ട്രോങ് റൂം തുറക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചതെന്ന് UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ പറഞ്ഞു. അതിനിടെ പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിൽ അവ്യക്തതയില്ലെന്നാണ് LDFന്റെ നിലപാട്. മെറ്റീരിയൽ റൂമാണ് തുറന്നത്. ചീഫ് ഏജന്റിനെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇക്ബാൽ ഇറക്കലുണ്ട്. പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആദ്യം ശരത്തും ചേരും. ആദ്യം ഇക്ബാലിലേക്ക്. ഇക്ബാൽ, സാധാരണ രീതിയിലൊന്നും ഇങ്ങനെ സ്ട്രോങ് റൂം കൗണ്ടിംഗ് ഡേക്ക് മുമ്പ് അങ്ങനെ തുറക്കുന്ന പതിവില്ല. എന്നാൽ അങ്ങനെ തുറക്കാവുന്നതേ ഉള്ളൂ ചട്ടപ്രകാരം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ മത്സരാർത്ഥികളെയോ അവരുടെ ഏജന്റിനെയോ രേഖാമൂലം അറിയിച്ചു വേണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഉള്ളിൽ മറന്നുപോയതാണോ നെന്മാറയിലെ മണ്ഡലത്തിലെ ഒരു സ്ട്രോങ് റൂം തുറക്കാനുള്ള കാരണം? തുറക്കുന്നത് സ്ട്രോങ് റൂമാണോ മെറ്റീരിയൽ റൂമാണോ? ഈ സ്ഥാനാർത്ഥികൾക്ക് അതിനകത്ത് എന്തെങ്കിലും പരാതിയോ മറ്റോ ഉണ്ടോ ഇക്ബാൽ? അരുൺകുമാർ, ഇന്നലെ മുതലാണ് നെന്മാറ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഇത്തരത്തിൽ ഈ സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഈ സ്ട്രോങ് റൂമാണ് തുറക്കുന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഈ വോട്ടുകൾ മറ്റും കുറിച്ചിട്ടുള്ള പേപ്പറുകൾ അടങ്ങിയിട്ടുള്ള ഡയറി അത് ഈ റൂമുകളിൽ സ്ട്രോങ് റൂമുകളിൽ ഒന്നിൽ മറന്നു വെച്ചു എന്ന രീതിയിലുള്ള വിവരമാണ് ലഭിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള A. തങ്കപ്പനോടും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഇന്നലെ ഫോൺ മാർഗം ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് സ്ട്രോങ് റൂം തുറക്കും. രാവിലെ 10 മണിക്ക് വിക്ടോറിയ കോളേജിലെ നെന്മാറ മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറക്കുമെന്നുള്ള വിവരമാണ് അദ്ദേഹത്തിനും ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഏജന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും. മറ്റ് സ്ഥാനാർത്ഥികൾക്കും സമാന രീതിയിൽ ഈ സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. NDA സ്ഥാനാർത്ഥിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിനും ഇന്നലെ രാത്രിയോടുകൂടി അത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പേരാമ്പ്രയിൽ നമ്മൾ കണ്ടതാണ് ഈ സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഇടവെച്ചതാണ്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ഈ സ്ട്രോങ് റൂം വിക്ടോറിയ കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ സ്ട്രോങ് റൂം തുറക്കുമെന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധമോ പരാതിയോ ഉണ്ടോ എന്നുള്ളത് ഉടൻ തന്നെ അറിയും. നിലവിൽ പരാതി ഉണ്ടോ എന്ന് ചട്ടപ്രകാരം അങ്ങനെ തുറക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കൊക്കെ ഇങ്ങനെ മറവിയായാലോ? ഒരിടത്ത് എന്തോ ഒരു ഫോം മറന്നു വയ്ക്കുന്നു, ഒരിടത്ത് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നു വയ്ക്കുന്നു. പേരാമ്പ്രയിൽ പക്ഷേ ഒന്നും അതിനകത്ത് അവ്യക്തതയില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, പേരാമ്പ്രയിലെ വിഷയത്തിൽ LDFന് സംശയമൊന്നുമില്ല അല്ലേ? അരുൺകുമാർ, അതായത് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദം ഇത്തരത്തിൽ ചർച്ചയാക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് LDF ഉള്ളത്. അതായത് മെറ്റീരിയൽ റൂമാണ് തുറന്നത്. അതിൽ അവ്യക്തതയൊന്നുമില്ല. LDFന്റെ ചീഫ് ഏജന്റിനെ ഇക്കാര്യം റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് റൂം തുറന്നത്. അതുകൊണ്ട് തന്നെ LDFന് ഇക്കാര്യത്തിൽ അവ്യക്തതയും ആശങ്കയുമില്ല. രേഖകൾ സൂക്ഷിച്ച മുറിയാണ് തുറന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് TP പ്രതികരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഇക്കാര്യത്തിൽ തന്റെ നിലപാട് അറിയിക്കുകയാണ് TP ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഈ വിഷയത്തിൽ UDF നിലപാട് കടുപ്പിക്കുകയാണ്. രേഖാമൂലം അറിയിച്ചില്ല, അവ്യക്തതയുണ്ട്, ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് UDF ഉയർത്തുന്ന ആരോപണം. താങ്ക് യു ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇക്ബാലും